നമസ്കാരം. MCV ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൃഷ്ണൻകോട്ടയിൽ വീട്ടിൽ കയറിയ തെരുവുനായ കുടുംബാംഗങ്ങളെ ആക്രമിച്ചു. മാളാപുത്തഞ്ചിറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിങ്ങച്ചിറ പാലത്തിന്റെ നിർമ്മാണം 1 വർഷത്തിലധികമായി സ്തംഭനാവസ്ഥയിൽ. പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഫീസ് മുറി സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചു. വാർത്തകൾ വിശദമായി. കൃഷ്ണൻകോട്ടയിൽ വീട്ടിൽ കയറിയ തെരുവുനായ കുടുംബാംഗങ്ങളെ ആക്രമിച്ചു. ചെമ്മാച്ചേരി തോമസ്, ഭാര്യ ആലിസ്, മക്കളായ അപർണ, അരുൺ എന്നിവരെയാണ് നായ വീട്ടിൽ കയറി ആക്രമിച്ചത്. ആലിസ്, അപർണ എന്നിവർക്ക് സാരമായി പരിക്കുണ്ട്. ഉച്ചയോടെയാണ് നായ വീടിന്റെ അകത്ത് ഹാളിലേക്ക് ഓടിക്കയറിയത്. ആലീസിനും അപർണയ്ക്കുമാണ് കടിയേറ്റത്. മറ്റുള്ളവർക്ക് നഖം കൊണ്ടുള്ള മുറിവുകളാണ്. 4 പേരെയും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. നായയെ വെറ്ററിനറി അധികൃതർ ചൊവ്വാഴ്ച പരിശോധന നടത്തും. മാള പുത്തഞ്ചിറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിങ്ങച്ചിറ പാലത്തിന്റെ നിർമ്മാണം 1 വർഷത്തിലധികമായി സ്തംഭനാവസ്ഥയിൽ. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാലം ഏറെ നാളായി അപകടാവസ്ഥയിലാണ്. കോൺക്രീറ്റ് തകർന്ന് കമ്പികൾ പുറത്തായി ദ്രവിച്ച നിലയിലാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലത്താണ് പാലത്തിന് ശിലാസ്ഥാപനം നടത്തിയത്. പിന്നീട് 1 വർഷത്തിലധികം കഴിഞ്ഞാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. കരാറുകാരന്റെ അനാസ്ഥയാണ് നിർമ്മാണത്തിന് തടസ്സമെന്ന് ആരോപിച്ച് TN പ്രതാപൻ MLA സമരം പ്രഖ്യാപിച്ചപ്പോഴാണ് നിർമ്മാണം തുടങ്ങിയത്. വീണ്ടും ആഘോഷമായി നിർമ്മാണം ഉദ്ഘാടനം നടത്തിയെങ്കിലും പിന്നീട് കരാറുകാരൻ മുങ്ങുകയായിരുന്നു. ഇപ്പോൾ കരാറുകാരനെ കുറിച്ച് ജനപ്രതിനിധികൾക്കും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കും യാതൊന്നും അറിയില്ലെന്ന നിലപാടിലാണ്. നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് 5 വർഷമായിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പാലത്തിന്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്തതാണ് ആകെയുള്ളത്. കോൺക്രീറ്റിന്റെ കമ്പികൾ തുരുമ്പ് വന്ന നിലയിലാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. പാലം നിർമ്മാണം പ്രതീക്ഷിച്ച് ഈ ഭാഗത്തെ റോഡ് കഴിഞ്ഞ 5 വർഷമായി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റോഡ് തകർന്ന് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. വാഹനങ്ങൾ വഴിമാറി പോകുന്നുണ്ട്. മാളയിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്കുള്ള കുറഞ്ഞ ദൂരമാണ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത്. പുത്തുഞ്ചിറ മേഖലയിലെ കാർഷിക മേഖലയ്ക്ക് കൂടി പ്രയോജനമുണ്ടാകുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് നിർമ്മിക്കാൻ പദ്ധതിയുള്ളത്. കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവിടെ ഉപ്പുവെള്ളം കയറുന്നത് കൃഷിനാശം ഉണ്ടാക്കുന്നത് പതിവാണ്. ഇത്തരത്തിൽ ഉപ്പുവെള്ളം കയറുന്നത് മേഖലയിലെ കുടിവെള്ളം മലിനമാക്കുന്നത് പതിവായിരിക്കുന്നു. വിവിധ ജനകീയ ആവശ്യങ്ങൾ നിറവേറ്റാവുന്ന കരിങ്ങാച്ചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് അധികൃതരുടെ അനാസ്ഥയുടെ സ്മാരകമായി അപകടാവസ്ഥയിൽ നിലനിൽക്കുന്നത്. പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ തുടർച്ചയായി സമരത്തിന് പുത്തുഞ്ചിറ ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുകയാണ്. സമരത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 12-ന് നടത്തുമെന്ന് ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് നേതാക്കൾ അറിയിച്ചു. 5 വർഷങ്ങൾക്ക് മുൻപുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പുത്തഞ്ചിറയിലെ ജനങ്ങൾക്ക് വേണ്ടി 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഏതാണ്ട് 300 ഹെക്ടർ പ്രദേശത്ത് കാർഷിക നെൽകൃഷിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്രൂയിസ് കം ബ്രിഡ്ജാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഗതാഗതത്തിന് ഏറ്റവും ഗുണകരമാകുന്ന ഒരു പാലം കൂടിയാണ് ഇത് 5 കൊല്ലക്കാലമായി അധികൃതരുടെ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥയും അത് ഏറ്റെടുത്ത കോൺട്രാക്ടറുടെ അനാസ്ഥയും അതുപോലെ തന്നെയുള്ള കെടുകാര്യസ്ഥതയും മൂലം പണി നടപ്പാക്കാതെ കിടക്കുകയാണ്. ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. പല ഘട്ടങ്ങളിലും എന്തെങ്കിലും പ്രക്ഷോഭം നടത്തുമ്പോൾ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തി പിന്നോട്ട് പോവുകയാണ് കോൺട്രാക്ടർ ചെയ്യുന്നത്. എന്നാൽ ഇത്തവണ ഞങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിരന്തരമായ സമരം, അത് കരിങ്ങച്ചിറ സ്രൂയിസ് കം ബ്രിഡ്ജ് പൂർത്തീകരിക്കുന്നത് വരെയുള്ള സമരമാണ് ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തുന്ന ആദ്യത്തെ സമരം ഈ വരുന്ന 12-ാം തീയതി കൂട്ട ഉപവാസം ഇവിടെ ഈ പ്രദേശത്ത് ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തും. പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഫീസ് മുറി സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചു. അധ്യാപകരുടെ മുറിയാണ് കഴിഞ്ഞ രാത്രിയിൽ കത്തിച്ചത്. രാവിലെ അധ്യാപകർ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ഓഫീസിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ, പ്രിന്റർ, പുസ്തകങ്ങൾ, ഓഫീസ് രേഖകൾ എന്നിവ കത്തിനശിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റും തകർന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കൊടുങ്ങല്ലൂർ CI സലീഷ് N ശങ്കരൻ, നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. മാള കാർമൽ കോളേജിൽ നാക് സംഘത്തിന്റെ സന്ദർശനം ആരംഭിച്ചു. UGCയുടെ നാക് സംഘത്തെ കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു. ഡോക്ടർ ആനന്ദവല്ലി മഹാദേവൻ, പ്രൊഫസർ മുവ വിജയലക്ഷ്മി, ഡോക്ടർ സ്വപ്ന H സമേൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് 3 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയത്.
കോളേജിലെത്തിയ സംഘം വിവിധ വിഭാഗങ്ങളുമായി ചർച്ചകൾ നടത്തി. Yeah, I spoke to her. Forecast of heavy rainfall today and tomorrow. So they have closed it again. മാളയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള കർമ്മ പദ്ധതി ഗ്രാമപഞ്ചായത്തിന് BJP സമർപ്പിച്ചു. മാലിന്യ സംസ്കരണത്തിനായി ബയോഗ്യാസ് സംവിധാനം സ്ഥാപിക്കുകയും പ്ലാസ്റ്റിക് പുനർനിർമ്മാണ പദ്ധതികൾ നടപ്പാക്കുകയും ഭക്ഷണശാലകളിലെ മലിനജലം അവിടെ തന്നെ സംസ്കരിക്കാൻ സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യണമെന്നാണ് പ്രധാന നിർദ്ദേശങ്ങൾ. മത്സ്യമാംസശാലകൾക്ക് പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധമാക്കണം, കനം കുറഞ്ഞ പ്ലാസ്റ്റിക് നിരോധിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരന് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CM സദാശിവൻ സമർപ്പിച്ചിട്ടുണ്ട്. LDFിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് മാളയിൽ സ്വീകരണം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട PK സുകുമാരൻ, വൈസ് പ്രസിഡന്റ് ബിന്ദു ബാബു, LDF അംഗങ്ങൾ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. DYFI സംസ്ഥാന മുൻ സെക്രട്ടറി T ശശിധരൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൈയായി, ചാലക്കുടിയിലെ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൈയായി, ചാലക്കുടിയിൽ കാടുകുറ്റി പഞ്ചായത്ത് ഒഴികെയുള്ള മുഴുവൻ പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഭരിക്കാൻ പോകുന്നത്. മാളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഭരിക്കുന്നത്. ആളൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ലേ 17 സീറ്റ് കിട്ടിയത്. ആളൂരിൽ കൊമ്പടിഞ്ഞാമക്കലിലാണ് BJPയും SNDPയും ഒരുമിച്ച് ചേർന്ന് സംയുക്ത സമ്മേളനം നടത്തിയത്. ഞാൻ ഒരു സംഭവം കൊമ്പടി ജംഗ്ഷനിൽ മഞ്ഞപ്പതാകയും കാവി പതാകയും ഒരുമിച്ച് പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ചാണ്. മുസൽമാനാണ്. K വസന്തകുമാർ, ജോർജ് നെല്ലിശ്ശേരി, VM വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ വെച്ച് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും CDS അംഗങ്ങളും പങ്കെടുത്തു. അവരുടെ മകൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് എന്തോ ആനുകൂല്യം ലഭിക്കുന്നതിനാണ് ഒരു മെമ്പറെ സമീപിച്ചപ്പോൾ മെമ്പർ എടുത്തോളം പറഞ്ഞതാവും, നിങ്ങളൊക്കെ മറ്റേ പാർട്ടിയല്ലേ. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CI2 വെള്ളാങ്കല്ലൂർ പ്രൊജക്ട് സമ്മേളനം നടത്തി. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി M രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലം പടിയൂരും പുത്തഞ്ചെറിയിലും മാത്രമാണ് നമുക്ക് മേൽക്കൈയുള്ള ഒരു ഭരണ സമിതികൾ ഉണ്ടായിരുന്നത്. വെള്ളാങ്കല്ലൂരും വെളുക്കരയും പൂമംഗലവും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മേൽക്കൈയില്ലാത്തൊരു ഭരണസമിതിയുടെ കീഴിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. PS പ്രസന്ന അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, സീമന്തിനി സുന്ദരൻ, CG പ്രമീള, MA ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. മാള പോലീസ് സ്റ്റേഷന്റെ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന അക്ഷയ സഹായ കേന്ദ്രം നിർത്തലാക്കാൻ ഉത്തരവായി. പൊയ്യ പഞ്ചായത്തിലെ അക്ഷയ കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രമായാണ് മാള പോലീസ് സ്റ്റേഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നത്. മാളയിൽ മറ്റൊരു അംഗീകൃത അക്ഷയ കേന്ദ്രം പ്രവർത്തിക്കുന്നതിനാലാണ് പോലീസ് സ്റ്റേഷന്റെ സ്ഥലത്തുണ്ടായിരുന്നത് നിർത്തലാക്കാൻ ജില്ലാ പ്രൊജക്ട് ഓഫീസ് ഉത്തരവിട്ടത്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കോണത്തൂന്ന് മനക്കിരപ്പടി ശ്രീ നാരായണ ഗുരുദേവ പഠന കേന്ദ്രത്തിൽ ദേവരതത്വ ചിന്തനോത്സവത്തിന് തുടക്കമായി. സ്വാമി ദയാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം കുറ്റമറ്റതായിരുന്നു. ജീവിതത്തിലെ സമ്പത്ത്, അർത്ഥം എന്ന് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വിദ്യാധനം തന്നെയായിരുന്നു. വിദ്യാധനം സർവധനാൽ പ്രധാനം. എന്താ അതിന്റെ കാരണം? കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കുന്തോറും ഏറിടും. അതാണ്. ബാക്കി എല്ലാ സമ്പത്തും കൊടുക്കുന്തോറും കുറഞ്ഞു ഇല്ലാതാകുന്നു. കാര്യമാത്ര ഗുരുപാദം ഡോക്ടർ TS വിജയം തന്ത്രി അധ്യക്ഷത വഹിച്ചു. ഡിസംബർ 1 വരെയാണ് ദേവര തത്വചിന്തനോത്സവം നടക്കുന്നത്. ഡോക്ടർ MV നടേശൻ, സ്വാമി ദശാനന്ദ സരസ്വതി, ജ്യോതിഷ് പറവൂർ, ചാലക്കുടി ശ്രീധരൻ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. പനി ബാധിച്ച് യുവതി മരിച്ചു. പൂപ്പത്തി കുന്നത്ത് അപ്പു ഭാര്യ 43 വയസ്സുള്ള ഗീതയാണ് മരിച്ചത്. അമ്പഴക്കാട് മേക്കാട്ട് മനയിൽ ശങ്കരൻ നമ്പൂതിരി ഭാര്യ ശ്രീദേവി അന്തർജനം നിര്യാതയായി. 80 വയസ്സായിരുന്നു. ഇനി ദേശവിളക്ക് അറിയിപ്പുകൾ. വടമ പാണ്ടിപ്പാടം അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ദേശവിളക്ക് 24-ന് ആഘോഷിക്കും. വെള്ളാങ്കല്ലൂർ തിട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് 25-ന് ആഘോഷിക്കും. വെള്ളാങ്കല്ലൂർ മുടിക്കന്നൂർ നരസിംഹ ക്ഷേത്രത്തിലെ ദേശവിളക്ക് 28-ന് ആഘോഷിക്കും.
അണ്ണലൂർ ശ്രീ മണലി ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പന വിളക്ക് മഹോത്സവം 24-ന് ആഘോഷിക്കും. പൊയ്യ അഞ്ചങ്ങാടി ദേശവിളക്ക് മഹോത്സവം 28-ന് ആഘോഷിക്കും. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 2395 രൂപയായി. പവന് 19,160 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കൃഷ്ണൻകോട്ടയിൽ വീട്ടിൽ കയറിയ തെരുവുനായ കുടുംബാംഗങ്ങളെ ആക്രമിച്ചു. മാടാപുത്തഞ്ചിറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിങ്ങച്ചിറ പാലത്തിന്റെ നിർമ്മാണം 1 വർഷത്തിലധികമായി സ്തംഭനാവസ്ഥയിൽ. പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഫീസ് മുറി സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചു. ഇതോടെ ന്യൂസ് റെഡ് സമാപിച്ചു. നമസ്കാരം.